വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇത് വാട്ടർ കളർ ട്യൂബ്സാണ്. പിന്നെ പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രഷസ് നമ്മുടെ കയ്യിലുണ്ട്. ഞാനൊരു A4 ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റും ഞാൻ വാഷി ടേപ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ലൈക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ബോർഡറും കിട്ടും, അതുപോലെ തന്നെ അത് അനങ്ങാതെ നിന്നോളൂല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഫസ്റ്റ് പെയിൻറ്റിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് നൈറ്റ് സ്കൈ ആണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു പെയിൻറ്ററോ അല്ലെങ്കിൽ വരയ്ക്കുന്ന അറിയാവുന്ന ആളൊന്നും അല്ല കേട്ടോ. ചെറുതിലൊക്കെ നമ്മൾ സ്കൂളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഇതിൻ്റെ റെഫറൻസും ഞാൻ എടുത്തേക്കുന്നത് പിൻട്രസ്റ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ വരുമോ എന്നറിയില്ല, ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർസ് ഞാൻ വരയ്ക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം കുറേ ട്രൈ ചെയ്തു, കുറേ ബ്രഷ് ഇങ്ങനെ സ്പാർക്കിൾ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല കേട്ടോ. കുറേ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും അത് വർക്കൗട്ടായി കിട്ടിയത്. ഞാൻ ആദ്യം യൂസ് ചെയ്തൊരു ചെറിയ ബ്രഷായിരുന്നു. പിന്നെ അത് വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ നോക്കി, പക്ഷെ അത് അത്ര വലിയ ഭംഗി വന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ വലിയ ബ്രഷ് എടുത്തിട്ട് വേറൊരു ബ്രഷ് ഞാൻ തട്ടിക്കൊടുത്ത് നോക്കി. അപ്പം കുറച്ചും കൂടെ ആ സ്റ്റാർസ് ഇങ്ങനെ സ്പാർക്കിൾ ചെയ്തിങ്ങനെ നമ്മുടെ ഷീറ്റിലോട്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ ഒരു മൂണും പിന്നെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ട്രീയും പുല്ലും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് പിക്ചർ റെഡിയാവും. ഫസ്റ്റ് പിക്ചറോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ആദ്യത്തെ പടം നന്നായതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ അടുത്തൊരു പടവും കൂടെ വരയ്ക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ മേടിച്ച ഡ്രോയിങ് ഷീറ്റ് അത്യാവശ്യം വലുതായിരുന്നു. അപ്പോൾ ഞാനത് സെൻറ്ററിൽ കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തു. അപ്പോൾ ഒരു ഷീറ്റ് എന്തായാലും മിച്ചമുണ്ടല്ലോ. ആദ്യത്തെ പടം നന്നായിട്ട് വരികയും ചെയ്തല്ലോ. അപ്പോൾ അടുത്ത് നന്നായി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടേ. പക്ഷെ സാരമില്ല, നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്തായാലും ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഇത് ആദ്യം വരച്ചപ്പം കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കുളമായല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ഭംഗിയാക്കാൻ നോക്കിയപ്പോൾ അത് കുറച്ചും കൂടെ കുളമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സാരമില്ല, എന്തായാലും അതും കൂടി ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അത്യാവശ്യം പാളിയിട്ടുണ്ട് ഈ പിക്ചർ. പക്ഷേ ആ ബോർഡർ വരച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നെങ്കിൽ പിന്നെയും ഒരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ബോർഡറും കൂടെ വരച്ച് കൊടുത്തപ്പോൾ അത് കുളമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 2 പിക്ചറോടെ കംപ്ലീറ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.